ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കുറച്ച് ദിവസമായി പിണങ്ങിയിരുന്ന ഷെൻറു അന്ന് സ്കൂൾ വിട്ടപ്പോൾ സാങ്ഷിയുടെ അടുത്ത് ചെന്ന് കൂടെ ഷോപ്പിങ്ങിന് ചെല്ലാമോ എന്ന് ചോദിക്കുന്നു. അവളുടെ പിണക്കം മറിയതിന്റെ സന്തോഷത്തിൽ സാങ്ഷി അവൾക്കൊപ്പം പോകുന്നു. ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചതനുസരിച്ച് അവളെ പിക്ക് ചെയ്യാൻ വന്ന ജാഷു അവളെ അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് അവളുടെ ഫോണിലേക്ക് ട്രൈ ചെയ്യുകയും സെക്യൂരിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഫോണിലേക്ക് കോൾ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ക്ലാസ്സിലൊക്കെ പോയി അന്വേഷിക്കുന്ന സെക്യൂരിറ്റി അവിടെ ആരുമില്ല എന്നറിയിക്കുന്നു. അവിടെ എങ്ങനെ വെച്ച് അവളെ കാണുകയാണെങ്കിൽ ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയിക്കണം എന്നവൻ അയാളെ പറഞ്ഞേൽപ്പിക്കുന്നു. സ്റ്റേഷനറി ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞ് ഷെൻറു അവളെ കൂട്ടിക്കൊണ്ടു പോയത് ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്കായിരുന്നു. ഷോപ്പിലേക്ക് പോകാനുള്ള വഴി കഴിഞ്ഞപ്പോൾ സാങ്ഷി അതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും വേറെ ഏതോ ഷോപ്പിലേക്ക് പോകാനാണെന്ന് പറഞ്ഞ് അവൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. വഴിയിൽ വെച്ച് നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, നിന്റെ കയ്യിലുള്ളത് ചിലപ്പോൾ തികയാൻ സാധ്യതയില്ല എന്ന് ചോദിക്കുന്നു. ഇന്ന് കുറച്ച് ക്യാഷ് അധികം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ക്യാഷ് തികയാതെ വരില്ല എന്നവൾ പറയുന്നുണ്ട്. ഒട്ടും ആൾക്കാരില്ലാത്ത ഭാഗത്തെത്തിയപ്പോൾ ഇവിടൊക്കെ വരുന്നത് അപകടമാണെന്ന് സാറ് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് തിരികെ പോകാമെന്ന് സാക്ഷി അവളോട് പറയുന്നു. നിനക്ക് പേടിയാണെങ്കിൽ വരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാമെന്ന് പറഞ്ഞ് പിണങ്ങി ഷെൻറു മുന്നോട്ട് പോയപ്പോൾ സാക്ഷി അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. കാലിലെ പരിക്ക് ഭേദമായിട്ടില്ലാത്തതിനാൽ ഏന്തി വലിഞ്ഞാണ് അവൾ നടക്കുന്നത്. ജാഷു അവളെ അന്വേഷിച്ച് വഴിയിലൂടെ നടക്കുകയാണ്. ഫോണിലേക്ക് ട്രൈ ചെയ്യുന്നുമുണ്ട്. ഒരു വഴിക്കച്ചവടക്കാരനോട് അവളുടെ ഏകദേശം രൂപമൊക്കെ വെച്ച് അന്വേഷിച്ചതിൽ നിന്ന് അവൾ പോയ സ്ഥലത്തെക്കുറിച്ച് അവന് വിവരം കിട്ടുന്നു. അങ്ങനെ അവൻ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. സാങ്ഷയെയും ഷെൻറുവിനെയും കുറച്ച് സീനിയർ പെൺകുട്ടികൾ അവിടെ ഒരിടത്ത് നിർത്തി റാഗ് ചെയ്യുകയായിരുന്നു. ഈ സമയം ഷെൻറുവിനോട് ക്യാഷ് കൊണ്ടുവരാൻ അവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ അവൾക്ക് വീട്ടിൽ നിന്ന് അധികം ക്യാഷൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് അവൾ സാങ്ഷയെ കൂടി അവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. അവർ ക്യാഷ് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, പക്ഷെ അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഷെൻറു സാങ്ഷി അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതോടെ അവർ അവളെ വിട്ട് സാങ്ഷിക്ക് നേരെ തിരിയുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സിലെ ക്യാഷ് എല്ലാം എടുക്കുകയും അത് തീരെ കുറവാണെന്ന് പറഞ്ഞ് ബാഗ് മുഴുവൻ അരിച്ചുപെറുക്കി അതിലെ സാധനങ്ങളെല്ലാം നിലത്തേക്ക് വാരിയിടുകയും ചെയ്തു. അവളുടെ കയ്യിലും വേറെ ക്യാഷ് ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ തൽക്കാലം നിന്നെ വിടാം, പക്ഷെ നാളെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർ പോയത്. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നിന്നെ കൂടി വിളിച്ചുകൊണ്ട് വരേണ്ടി വന്നത്. അവർക്ക് ക്യാഷ് വേണമെന്നേ ഉള്ളൂ, നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വെക്കേഷൻ കഴിഞ്ഞ് തിരികെ പോകും, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെൻറു അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. സാങ്ഷി ആദ്യം അവളോടൊന്നും പറയാൻ നിൽക്കാതെ താഴെ കിടന്നിരുന്ന ബുക്കൊക്കെ പെറുക്കിയെടുക്കുന്നു. അവൾ പിന്നെയും സ്വയം ന്യായീകരിച്ചു അടുത്തേക്ക് ചെന്നപ്പോൾ ഷെൻറുവിന്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞതിന് ശേഷം നീ എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. സ്പോർട്സ് ഡേയുടെ അന്ന് ഞാൻ മറിഞ്ഞു വീണിട്ട് നീ എന്നെ പരിചയമുള്ളതായി പോലും ഭാവിച്ചില്ല. ഇന്ന് നീ പെട്ടെന്ന് എന്താണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് നീ ചിന്തിച്ചിരുന്നു എന്ന് പറഞ്ഞ് സാങ്ഷി ദേഷ്യത്തിൽ അവളുടെ കൈ തട്ടി മാറ്റുന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പേരൻസിനോട് ഇവിടെ നടന്നതിനെക്കുറിച്ച് പറയണം. നിന്റെ പേടിയെ ആ പെൺകുട്ടികൾ ചൂഷണം ചെയ്യുകയാണ്. പേരൻസ് നിന്നെ സഹായിക്കാതിരിക്കില്ല എന്ന് അവളോട് പറഞ്ഞിട്ട് സാങ്ഷി മുന്നോട്ട് നടക്കുന്നു. അവൾ പുറകെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പുറകെ വരരുത് എന്ന് അവൾ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് കാണാൻ കഴിയാത്ത ദൂരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ധൈര്യമെല്ലാം ചോർന്നതുപോലെ അവൾ നടക്കാൻ പോലും കഴിയാത്ത വിധം തളരുന്നു. അടുത്തുണ്ടായിരുന്ന മതിലിൽ പിടിച്ച് വെച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് അവളന്വേഷിച്ചെത്തിയ ജാഷുവിൻ്റെ ശബ്ദം അവൾ കേട്ടത്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ എത്ര സമയമായി നിന്നെ വിളിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അതുവരെ പിടിച്ചു നിർത്തുന്ന സങ്കടമെല്ലാം കൂടി പുറത്തേക്ക് വന്ന് അവൾ വിതുമ്പാൻ തുടങ്ങുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല. അവൻ വേഗം അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിക്കിടന്ന് കരയുന്നുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും പേടിക്കേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. അവൾ കുറച്ച് നോർമലായി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ ചെന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. ആദ്യമൊന്നും നടന്ന് പറയാൻ അവൾ തയ്യാറാകുന്നില്ല. ചേട്ടൻ നല്ല തിരക്കുണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. വീട്ടിൽ ചെന്ന് പേരൻസിനോട് പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ ആദ്യം ഒഴിഞ്ഞു മാറുന്നു. അവളുടെ കൈ നഖം കൊണ്ട് മുറിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പിന്നെ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടായതെല്ലാം പറയുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നു. ഒരു കൂട്ടുകാരിയാണ് അവളെ അവിടെ കൂട്ടുകൊണ്ടുപോയതെന്ന് കൂടി അറിഞ്ഞപ്പോൾ അവൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നു. അവൾ മനഃപൂർവ്വം ചെയ്തതല്ല, പേടിച്ചിട്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ഷെൻറുവിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ടീച്ചറിനോടോ പേരൻസിനോടോ പറയുന്നതിന് പകരം മറ്റു കൂട്ടുകാരെ കൂടി അപകടത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ നിനക്കിനി വേണ്ട എന്ന് അവൻ അവളോട് പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ വീട്ടിൽ പറയാൻ മടിക്കരുത് എന്നും അവൻ ഉപദേശിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാൻ വരുന്ന ദിവസം തിരിച്ച് വീട്ടിലേക്ക് എങ്ങനെയാണ് പോകാറുള്ളത് എന്ന് അവൻ അന്വേഷിക്കുന്നു. ബസ്സിലാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ബസ്സിൽ കയറിയാൽ ആരെങ്കിലുമൊക്കെ കാലിൽ ചവിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞവൻ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊരു സൈക്കിൾ റെന്റിന് എടുക്കുന്നു. അങ്ങനെ അവൻ്റെ സൈക്കിളിൻ്റെ പുറകിൽ നിന്നാണ് അവൾ അന്ന് വീട്ടിലേക്ക് പോയത്. ബസ്സിന് പോകുന്ന വഴിയിലൂടെ അല്ലാതെ എളുപ്പത്തിലെത്താവുന്ന മനോഹരമായ സീനറിയുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് അവൻ പോയത്. രണ്ടുപേരും യാത്ര ശരിക്കും എൻജോയ് ചെയ്യുന്നു. സൈക്കിളിരിക്കുമ്പോഴാണ് ഞാൻ വരാതെ അവനെ പറഞ്ഞു വിട്ടത് എന്താണ് എന്ന് അവൾ അന്വേഷിച്ചത്. ഗ്രാജുവേഷൻ കഴിയാറായതുകൊണ്ട് അവൻ ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ് എന്ന് ജാഷു പറഞ്ഞപ്പോൾ പഠിത്തം കഴിയുമ്പോൾ അവൻ ജോലിക്കായി അവൻ്റെ സ്വന്തം നാടായ ഇഹയിലേക്ക് മടങ്ങുമോ എന്ന് അവൾ അന്വേഷിക്കുന്നു. അതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇവിടവും എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് മാത്രം അവൻ പറയുന്നു. അവർ അവളുടെ വീടിനടുത്തെത്തിയപ്പോഴേക്കും ചെറുതായി നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. പേരൻസിനോടെല്ലാം പറയണമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടമായ ക്യാഷ് നൽകിയിട്ടാണ് അവൻ അവളെ അകത്തേക്ക് പറഞ്ഞയച്ചത്.
മുറിയിലെത്തി കഴിഞ്ഞപ്പോൾ അവൻ നൽകിയ ക്യാഷ് എടുത്ത് മേശപ്പുറത്ത് വെച്ച് കുറേ സമയം അവനെക്കുറിച്ച് അവൾ ചിന്തിച്ചിരിക്കുന്നു. അതിനുശേഷം അവളുടെ കൈവശമുണ്ടായിരുന്ന ഒരു കളർ പേപ്പർ എടുത്ത് അതിനുള്ളിൽ എനിക്കിപ്പോൾ ഒരു സീക്രട്ട് ഉണ്ട്, ഞാൻ ജാഷുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്നെഴുതി അതുകൊണ്ടൊരു സ്റ്റാർ ഉണ്ടാക്കുന്നു. എന്നിട്ടത് അവൻ നൽകിയ പാവയുടെ കൈക്കുള്ളിലിരിപ്പുണ്ടായിരുന്ന ഒരു പാൽക്കുപ്പിയിലിട്ട് വയ്ക്കുന്നു. ഇതുവരെ അവനെ ഇഷ്ടമായിരുന്നിട്ടും അത് അംഗീകരിക്കാനുള്ള മനസ്സ് അവൾക്കുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അവൾ അത് സമ്മതിക്കുന്നത്. അടുത്ത ദിവസം അവൾ സ്കൂൾ വിട്ടിറങ്ങിയപ്പോൾ പുറത്ത് ഞാനും അവൻ്റെ 3 റൂംമേറ്റ്സും നിൽപ്പുണ്ട്. അവരുടെ നിൽപ്പ് കണ്ടപ്പോഴേ എന്തോ പന്തികേട് തോന്നിയ അവൾ കാണാത്ത മട്ടിൽ സ്ഥലം വിടാൻ തുടങ്ങിയെങ്കിലും ഞാൻ സമ്മതിക്കുന്നില്ല. തലേ ദിവസം ജാഷു പറഞ്ഞറിഞ്ഞ് റിവെഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ് അവർ. വേണ്ടെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഞാൻ അവളോട് പറഞ്ഞെങ്കിലും അവൾ മടിച്ചു നിൽക്കുന്നു. ജാഷു അവളുടെ ബാഗ് വാങ്ങി കയ്യിൽ പിടിച്ചിട്ട് മുന്നേ പോയി അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. സംഭവം നടന്ന സ്ഥലത്തിനടുത്തെത്തിയപ്പോൾ അവൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ അതിനുള്ളിലേക്ക് പോകാനിരിക്കുന്നു. അവരെ കാണാൻ എങ്ങനെയുണ്ടാകും എന്ന് പറഞ്ഞു തരാനും ഞാൻ ആവശ്യപ്പെടുന്നു. അവർ 3 പേരുടെയും ലുക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടികളാണ് പ്രതികൾ എന്നവർ അറിയുന്നത്. നീ എന്താണ് കാര്യം നേരത്തെ പറയാതിരുന്നത് എന്നവൻ അവളോട് ചോദിക്കുന്നു. നിങ്ങളാരും അതിനെക്കുറിച്ച് ചോദിച്ചില്ലല്ലോ, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, നമുക്ക് തിരിച്ചു പോകാം എന്നവൾ പറയുന്നു. ഇവിടെ വരുന്ന സ്ഥിതിക്ക് ആണായാലും പെണ്ണായാലും കണ്ടിട്ട് തന്നെ മടങ്ങിപ്പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒരാളെ അവളുടെ കൂട്ടിൽ നിന്ന് അവിടെ നിർത്തിയിട്ട് ബാക്കി 2 പേരുമായി ഞാൻ അവളുമാരെ അന്വേഷിച്ച് പോകുന്നു. അവർ തമ്മിൽ അടിയുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിനോട് അവൾ ചോദിച്ചപ്പോൾ അടിയുണ്ടാകാൻ സാധ്യതയില്ല, പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് സംസാരിച്ച് തീർക്കാനാണ് സാധ്യത എന്നവൻ പറയുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് അവൾക്ക് 2 ലോലിപോപ്പ് നൽകിയിട്ടാണ് പോയത്. അതിലൊരെണ്ണം അവൾ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവന് കഴിക്കാൻ നൽകിയതായിരിക്കും എന്നാണ് അവൻ കരുതിയത്. അവളുടെ നോട്ടം കണ്ടപ്പോഴാണ് കവർ തുറന്നു കൊടുക്കാൻ കൊടുത്തതാണെന്ന് മനസ്സിലായത്. അവൻ ചമ്മലോടത് പൊളിച്ചു കൊടുക്കുന്നു. റാഗിംഗ് സംഘത്തെ അന്വേഷിച്ച് പോയവർ സിഗരറ്റ് വലിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന അവരെ കണ്ടെത്തുന്നു. ഇവരെ കണ്ടപ്പോൾ തന്നെ അവർ ആകെ ചമ്മുന്നുണ്ട്. എൻ്റെ സിസ്റ്ററിനെ ഉപദ്രവിച്ചത് ആരാണെന്ന് ചോദിച്ച് ഞാൻ അവരെ ആദ്യം ചോദിച്ചിരുന്നു. ഞങ്ങൾ ഉപദ്രവിച്ചതൊന്നുമില്ല, പേഴ്സ് തട്ടിയെടുത്തു എന്നേ ഉള്ളൂ, അതങ്ങ് തിരികെ തന്നേക്കാം എന്ന് പറഞ്ഞ് അവരുടെ ലീഡർ അവളുടെ പേഴ്സ് തിരികെ നൽകാൻ തയ്യാറാക്കുന്നു. പക്ഷേ അവൻ അപ്പോഴും അവരെ വിടാൻ തയ്യാറായിരുന്നില്ല. നിങ്ങളുടെ ക്യാഷ് തിരികെ കിട്ടിയില്ലേ, ഇനി എന്താണ് പ്രശ്നം എന്നൊക്കെ ലീഡർ ചോദിക്കുന്നുണ്ട്. സാങ്ഷിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, നിനക്കൊക്കെ പഠിക്കാനുള്ള സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കാൻ നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് അവൻ അവരെ കുറേ ചോദ്യം ചെയ്യുന്നു. അവർ സാങ്ഷിയെ പേടിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ജാഷു അവരെയും പേടിപ്പിക്കുന്നു. ഇനി ഇങ്ങനെ പാവം കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടില്ല എന്നവർക്ക് വാണിംഗ് കൊടുത്തിട്ടാണ് അവർ 3 പേരും മടങ്ങിയത്. അവർ പേഴ്സുമായി തിരികെ എത്തിയപ്പോൾ സാങ്ഷി ഹാപ്പിയാക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ക്യാഷ് അതിൽ തന്നെ ഉണ്ടോ എന്ന് അവൾ തുറന്നു നോക്കുന്നു. ഈ സമയത്തൊക്കെ ലോലിപോപ്പ് അവളുടെ വായിൽ ഇരിപ്പുണ്ട്. അവളുടെ നിൽപ്പ് കാണാൻ ഒരു പപ്പർ ഫിഷിനെ പോലെ ഉണ്ടെന്ന് ജാഷു കമന്റ് അടിച്ചപ്പോൾ അത് ഞാനല്ല, നീയാണെന്ന് അവൾ തിരിച്ചു പറയുന്നു. ഒരു സുന്ദരൻ പപ്പർ ഫിഷിനെ കാണണമെങ്കിൽ ഒരു ലോലിപോപ്പ് എനിക്കും കൂടി തരാൻ ജാഷു പറഞ്ഞെങ്കിലും അവൾ അതത്ര കാര്യമാക്കാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാഷ് എടുത്ത് അവന് കൊടുക്കുന്നു. പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ നൽകിയത് തിരികെ തിരിച്ചു കൊടുക്കുകയാണ് അവളുടെ ഉദ്ദേശം. നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, മിഠായി വാങ്ങാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. അവസാനം അവനത് വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ഒരു ലോലിപോപ്പ് ഞാൻ കഴിച്ചത് അവൾ ശ്രദ്ധിച്ചത്. ഇത് കഴിക്കാൻ നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അത് അവൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നു. തിരിച്ചു തരാൻ അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ കൊടുക്കുന്നില്ല. അപ്പോഴേക്കും ജാഷു അവളുടെ ബാഗ് വാങ്ങി മുന്നോട്ട് നടക്കുന്നു. അവൾ അവൻ്റെ പുറകെ പോകുന്നത് കണ്ട് എങ്കിൽ പിന്നെ നീ അവൻ്റെ അനിയത്തി ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറകെ ചെന്നത്. അന്ന് സ്കൂളിൽ വന്ന് സാറിനെ കണ്ട് സഹായിച്ചതിന് ശേഷം ശരിക്കും അവൻ തൻ്റെ ചേട്ടനായിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ്റെ അത്ര കരുതലോടെ എന്നെ ഇതുവരെ ആരും നോക്കിയിട്ടില്ല. ഞാൻ അതിൻ്റെ പകുതി സ്നേഹം എന്നോട് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ അവൾ ചിന്തിച്ചിരുന്നു. മാത്രമല്ല അവൻ അടുക്കളയിടാൻ അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നൽകിയ ആ ബൾബ് അവളുടെ മുറിയിലാണ് അവൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതിൽ അവൻ അവളുടെ തലയിൽ തള്ളിടുന്ന പോലെയുള്ള ഒരു ചിത്രം വരച്ച് അവളുടെ മുറിയിലെ ടേബിൾ ലാമ്പിൽ ഇട്ട് വെക്കുന്നുണ്ട്. അടുത്ത ദിവസം ഷെൻറു സ്കൂൾ മാറിപ്പോവുകയാണെന്ന് വിവരം സാറ് ക്ലാസ്സിൽ അറിയിക്കുന്നു. അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് അവൾ സാങ്ഷിയുടെ ടേബിളിന് പുറത്ത് ഒരു പേപ്പർ വെച്ചിട്ടാണ് പോയത്. ജനാലയിലൂടെ അവളെ നോക്കി കരയുന്നുമുണ്ട്. അവൾ പോയി കഴിഞ്ഞപ്പോൾ അതുവരെ അങ്ങോട്ടേക്ക് നോക്കാതെ ഇരുന്ന സാക്ഷി അവൾ വെച്ചിട്ട് പോയ പേപ്പർ എടുത്ത് തുറന്നു നോക്കുന്നു. അവളോട് സോറി പറഞ്ഞിരിക്കുകയാണ്. അതിൽ സാക്ഷിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. കരയാതിരിക്കാൻ അവൾ നന്നായി പാടുപെടുന്നു. അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെയായി ദിവസങ്ങൾ കടന്നു പോകുന്നു. അവളുടെ ടേം എക്സാം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം അതിൻ്റെ റിസൾട്ടുമായി അച്ഛനും അമ്മയും കൂടി അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അവർ കാണിച്ചപ്പോഴാണ് മാർക്ക് ലിസ്റ്റ് അവൾ കാണുന്നത്. ഫിസിക്സിന് അവൾക്ക് പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ അവൾ ഹാപ്പിയാണ്. എനിക്ക് ഫിസിക്സ് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാറില്ല. പരീക്ഷ എടുത്തപ്പോൾ പുസ്തകം വായിച്ച് നോക്കിയതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പാസ്സായല്ലോ എന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നു. അതിൽ നീ സന്തോഷിക്കുകയാണോ എന്ന് ചോദിച്ച് അച്ഛൻ വഴക്ക് പറയുന്നുണ്ട്. അവളുടെ ഡ്രീം എന്താണെന്ന് അമ്മ അപ്പോൾ അവളോട് ചോദിക്കുന്നു. ഇതേ ക്വസ്റ്റ്യൻ എക്സാമിനും ഉണ്ടായിരുന്നു. ശാന്തിയും സമാധാനവും ഒക്കെയുള്ള എല്ലാവരും സന്തോഷമായിരിക്കുന്ന ഒരു ലോകമുണ്ടാകണം എന്നാണ് ഞാൻ എഴുതിയത് എന്ന് അവൾ ചിരിയോടെ പറയുന്നു. അവളുടെ മറുപടി കേട്ടപ്പോൾ അമ്മയ്ക്കും ചിരി വരുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല, എന്ത് കരിയർ തിരഞ്ഞെടുക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിച്ചത് എന്ന് അച്ഛൻ വ്യക്തമാക്കുന്നു. പടം വരയ്ക്കുന്നതിലൂടെ എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്കത് സെലക്ട് ചെയ്യാനാണ് ഇഷ്ടം. അത് നടക്കുമോ എന്ന് അവൾ ചോദിക്കുന്നു. അതാണോ നിനക്ക് താല്പര്യം? നീ നന്നായി ആലോചിച്ചോ എന്ന് അമ്മ എടുത്തു ചോദിച്ചപ്പോൾ കൂടുതലൊന്നും ചിന്തിച്ചിട്ടല്ല, പക്ഷേ എന്തായാലും ഫിസിക്സിന് എൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്നെനിക്കിപ്പോൾ ഉറപ്പാണ് എന്നവൾ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ശരിക്കും നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് നിനക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് വിൻ്റർ വെക്കേഷന് നിന്നെ ഫിസിക്സ് പഠിപ്പിക്കാൻ ഞാനൊരു സാറിനെ ഏർപ്പാടാക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയുന്നു. അവൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ സമ്മതിക്കുന്നില്ല.
അങ്ങനെ അവൾക്ക് വെക്കേഷൻ ടൈമിൽ ഫിസിക്സ് ട്യൂഷൻ തുടങ്ങുന്നു. ഞാനാണ് അച്ഛൻ കണ്ടെത്തിയ സാർ എന്ന് അവൾ പിന്നീടാണ് അറിയുന്നത്. പക്ഷേ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ അവൾ തയ്യാറായിരുന്നില്ല. ആദ്യമൊക്കെ അവൻ പഠിപ്പിക്കുന്നത് അവൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു. പിന്നെ തുടരെ സംശയങ്ങൾ ചോദിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ്റെ ക്ഷമ നശിക്കുന്നു. അവസാനം പതിവ് പോലെ രണ്ടും കൂടി പൊരിഞ്ഞ തല്ലാക്കുന്നു. എനിക്ക് അവളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാനും, അവൻ്റെ അടുത്തിരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് അവളും അച്ഛനമ്മ വരെ അറിയിക്കുന്നു. വേറെ ആരെങ്കിലും കണ്ടെത്താൻ രണ്ടുപേരും ഒരേപോലെ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ എൻ്റെ മുറിയിൽ ഇരുത്തി പഠിപ്പിക്കേണ്ട, അവളുടെ മുറിയിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചാൽ മതി. പരിചയമില്ലാത്തവർ എൻ്റെ മുറിയിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നു. പരിചയമില്ലാത്തവർ എൻ്റെ മുറിയിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല എന്ന് അവളും വാദിക്കുന്നു. അവളുടെ മുറിയിലേക്ക് പരിചയമില്ലാത്ത ഒരാളെ കടത്തി വരുന്നതിനോട് അമ്മയ്ക്കും യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം സമ്മതിക്കേണ്ടി വരുന്നു. അന്ന് രാത്രി അവർക്കുള്ള ഓട്സുമായി ചെന്നപ്പോൾ അവളെ പഠിപ്പിക്കാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ എത്തും. അപ്പോഴേക്കും റെഡിയായി താഴേക്ക് വരണം എന്ന അമ്മ അവളെ അറിയിച്ചിട്ടാണ് പോയത്. ഇത്ര പെട്ടെന്ന് അടുത്ത ആളെ കണ്ടെത്തിയോ? എന്നെ പഠിപ്പിക്കാൻ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവൾ മുറിയിൽ കിടന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോഴാണ് രാവിലെ അയാൾ എത്തുന്നതിന് മുമ്പ് സ്ഥലം വിട്ടാൽ ഞാൻ പഠിത്തത്തിൽ ശ്രദ്ധയില്ലാത്ത അഹങ്കാരിയാണെന്നൊക്കെ കരുതി അയാൾ സ്വന്തമായി ജോലി റിസൈൻ ചെയ്ത് പോയേക്കും എന്ന ഐഡിയ അവൾക്ക് തോന്നിയത്. അപ്പോൾ തന്നെ അവൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അങ്ങനെ സാർ വരുന്നതിന് മുമ്പേ സ്ഥലം വിടാനായി ഒരുങ്ങിയ ശേഷം അവിടെ ഇരുന്നുകൊണ്ടാണ് അന്ന് അവൾ ഉറങ്ങിയത്. പക്ഷെ നന്നായി നേരം വെളുത്ത ശേഷമാണ് അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നത് എന്ന് മാത്രം. ഉണർന്നപ്പോൾ സമയം എത്രയായി എന്ന് അവൾ വാച്ചിലേക്ക് നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ജാഷു ഒരു പാർട്ട് ടൈം ജോബിന് പോകുന്നിടത്തെ മാനേജർ അവൻ്റെ അതേ നാട്ടുകാരനാണെന്നറിയുന്നു. ന്യൂ ഇയർ ആയി കഴിയുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് പുതിയൊരു പ്രൊജക്ടിൻ്റെ ടീം മാനേജറായി പോകുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അവനും ടീമിൽ ജോയിൻ ചെയ്യാം എന്നൊരു ഓഫർ അദ്ദേഹം അവന് നൽകുന്നു. സ്വന്തം നാടായ ഇഹയിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നതുകൊണ്ട് ആലോചിക്കാം എന്നാണ് അവൻ മറുപടി നൽകിയത്. അതിനുശേഷമായിരുന്നു ഞാൻ അവനെ വിളിച്ച് സാങ്ഷിയെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.